പറയൂ. നമുക്ക് മുത്തുമലയിലെ മെയിൻ ഫീസ് പോയായിരുന്നു. അപ്പൊ ഞാൻ അത് കെട്ടിയിട്ടു. മെയിൻ സ്വിച്ചിനകത്തുള്ള 2 ഫ്യൂസിൽ ഒരെണ്ണം പോയി. അപ്പൊ ഞാൻ അത് വീണ്ടും കെട്ടിയിട്ടു. അത് വീണ്ടും കെട്ടിയിട്ടപ്പോ വേറെ പോയി. സാറേ, ഈ കെട്ടിയിടാൻ നേരത്തെ അകത്ത് ഓരോ MCB വീതം ഓഫ് ചെയ്തിട്ട് അകത്തെല്ലാം ഓഫ് ചെയ്തിട്ടിട്ട് ഫ്യൂസ് കെട്ടിട്ടിട്ട് അകത്ത് പോയി ഓരോന്നും പതുക്കെ ഓൺ ചെയ്യണം. അപ്പൊ ഏതാണോ ഫാൾട്ട് എന്ന് അപ്പൊ അറിയാൻ പറ്റും. തൽക്കാലം അല്ല, ഇത് ഞാനിപ്പോ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇത് ഈ മെയിൻ ഫ്യൂസ് കെട്ടിയിട്ടു. അപ്പോഴും നിൽക്കുന്നില്ല. എന്നിട്ട് ഫ്യൂസ് കെട്ടിയിട്ടു മെയിൻ സ്വിച്ച് ഓൺ ആക്കിയപ്പോ തന്നെ അതായത് നിങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ കത്തിപ്പോവുകയാണ്. ഞാൻ അത് തന്നെ ഈ പോണ ലൈൻ്റെ ഒരു വിഷയമുണ്ട്, അതൊന്ന് കണ്ടുപിടിച്ചോ. അപ്പൊ ഞാൻ പറയാം. ഹലോ ഫ്രണ്ട്സ്, മൈലി ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൾ വരികയും ഞങ്ങൾ അവിടെ എത്തുകയും അതിനുശേഷം ആ വിഷയം നമ്മൾ പരിഹരിക്കുകയും ചെയ്യുകയുണ്ടായി. ആ വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പമ്പ്, ആ പമ്പിൻ്റെ പാനൽ ബോർഡ്, അതിനകത്ത് വെച്ചിട്ടുള്ള കണക്ടർ, അതിൻ്റെ കപ്പാസിറ്റർ, അതിൻ്റെ തന്നെ MCB ഇവയെല്ലാം ഫാൾട്ടായിരുന്നു. കപ്പാസിറ്റർ ബൾജായി പോവുകയാണ് ഉണ്ടായത്. സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമാണ് ഒരു പ്രശ്നം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളത് പരിഹരിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രമകരമായിട്ടുള്ള ജോലി എന്നുള്ള കാര്യം. അത് പറയുന്നതിന് മുമ്പ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഫാൾട്ട് കണ്ടുപിടിച്ചതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ പുതിയ പാനൽ ബോർഡ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുകയും ഒപ്പം അവിടുത്തെ മോട്ടർ കൂടി റീപ്ലേസ് ചെയ്ത് ആണ് ഈ വിഷയം നമ്മൾ പരിഹരിച്ചത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം പുറകോട്ട് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ വന്ന് മെയിൻ സ്വിച്ചെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം TVയുടെ കവർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും കാണാൻ കഴിയുന്നത് RCCB വെറുതെ ഡമ്മി ആയിട്ട് കണക്ട് വെച്ചേക്കാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം ഒരേ ടെർമിനൽ തന്നെ കോൺടാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ RCCBയും MCBയും എല്ലാം ഓഫ് ചെയ്ത് വെച്ചാൽ തന്നെയും നമ്മുടെ ഫ്യൂസ് പോകുമെന്നുള്ള കാര്യം എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ. മിക്കവാറും ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഇലക്ട്രീഷ്യൻ ട്രിപ്പിംഗ് പ്രോബ്ലം കാരണം ഇതിനെ ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ കൂട്ടുകാരെ, ഒരിക്കലും അങ്ങനെ ചെയ്തു വയ്ക്കില്ല. അങ്ങനെ ചെയ്താൽ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾ വന്ന് തന്നെ ശരിയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം ചെക്ക് ചെയ്ത് ഇവിടുത്തെ ഫാൾട്ടെല്ലാം പരിഹരിച്ചു. പക്ഷേ ശരിക്കുള്ള ഫാൾട്ട് ഇവിടെ അല്ലായിരുന്നു. അതിലേക്ക് ഞങ്ങൾ വരാം. DPയിലെ പ്രോബ്ലം എല്ലാം പരിഹരിച്ചതിന് ശേഷം ഞങ്ങൾ തൊട്ട് അടുത്തിരിക്കുന്നതിന് നമ്മുടെ DPയിലേക്ക് വന്നു. DPയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൻ്റെ ന്യൂട്രലിൻ്റെയും കട്ടൗട്ട് ഫ്യൂസിൽ നിന്നും റിലീസാവുന്ന വയറുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ അത് ഈ കാണുന്നത് പോലെ ഇത് രണ്ടും കൂടി മെൽറ്റായിട്ട് ജോയിൻ്റായിട്ട് ഇരിക്കുക. ഇത് ന്യൂട്രലും ഫേസുമാണ് ഈ കാണുന്ന വയറുകൾ സുഹൃത്തുക്കളെ. അപ്പോൾ ഞങ്ങൾ കരുതി ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടുത്തെ വയറിനെ എല്ലാം ഡിസ്കണക്ട് ചെയ്തു. ഈ പ്രോബ്ലം ഉള്ള വയർ ഞങ്ങൾ കണ്ടെത്തിയ അതാണ് നിങ്ങൾ ഈ കാണുന്ന മഞ്ഞ വയർ. അതിനുശേഷം ആ വയർ വന്നിട്ടുള്ള വഴി എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ പുറകെ തപ്പി നടന്നു. പക്ഷേ കാര്യങ്ങൾ ഒന്നും അത്ര സുഖകരമല്ലായിരുന്നു സുഹൃത്തുക്കളെ. കൂടുതൽ സങ്കീർണതയിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ പോയിട്ടുള്ളത്. ആ വയർ നേരെ കയറി വന്നിട്ട് ഈ സ്വിച്ച് ബോർഡ് വഴി നേരെ അകത്ത് കയറിയിട്ടതേ മറ്റൊരു പൈപ്പിൽ കൂടി പിന്നെയും ഈ ചുവരിനകത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ പിന്നെ അവിടുന്ന് താക്കോൽ മേടിച്ചിട്ട് ആ ഡോറ് തുറന്ന് അകത്ത് കയറി നോക്കുമ്പോഴത്തേക്കും അത് നേരെ ജിപ്സം ബോർഡ് ചെയ്തിട്ടുള്ളൊരു വാളിനകത്തേക്കാണ് ഇത് പോയിട്ടുള്ളത്. കുറച്ച് നേരം എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ അന്താളിച്ച് നിന്നു. പിന്നീട് ഞങ്ങൾ അതിൻ്റെ റൂട്ട് നോക്കി അപ്പുറത്തെ DPയിലൊക്കെ പോയിട്ട് പിന്നെയും തിരികെ വന്നു. തിരികെ നിന്നിട്ട് അതിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് ആ പൈപ്പ് റിലീസാകുന്ന മറ്റേതെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. ആ ക്യാമറയുടെ സൈഡിൽ കൂടി പൈപ്പ് റിലീസാകുന്നുണ്ട്. ഞങ്ങൾ പിന്നെയും അതിൻ്റെ പുറകെ നോക്കി. അവസാനം കാണാൻ കഴിഞ്ഞത് പിന്നെയും കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടുള്ളതാണ്. പൈപ്പ് നേരെ ഒരു അലമാരയുടെയും ചോറിൻ്റെയും ഇടയിൽ കൂടി താഴേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അത് നേരെ താഴെ ഇറങ്ങിയതിന് ശേഷം പിന്നെയും ആ ചോരിൽ കൂടി പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പുറത്തിറങ്ങിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇതെവിടെയാണ് പോയിട്ടുള്ളതെന്ന് കേസ്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്ക് ആ കേബിൾ നേരെ വന്നിട്ട് നമ്മുടെ മോട്ടറിൻ്റെ പാനലിലേക്ക് കയറിയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടുപിടിച്ച്. അതിനുശേഷം ഞങ്ങൾ പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഇതേ കാണുന്ന പോലെ ആ മോട്ടറിലേക്ക്, നമ്മുടെ പാനലിൽ നിന്ന് മോട്ടറിലേക്ക് പോകുന്ന വയർ മെൽറ്റായിട്ടുണ്ട്. തുടർന്ന് നമ്മൾ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ആ പാനലിരിക്കുന്ന MCB ഓൺ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതായത് ആരോ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഈ മോട്ടർ ഓൺ ആക്കുകയും ആ സമയത്ത് ഫ്യൂസ് പോവുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുണ്ടായിരിക്കുക. എന്നാൽ ഈ മോട്ടർ ഓണായിരിക്കുന്നത് അറിയാതെ നമ്മുടെ സാറ് നിരന്തരം ഫ്യൂസ് കെട്ടിയിടും. എന്നാൽ MCB കംപ്ലൈൻ്റ് ആയത് മൂലം ഇത് നിൽക്കില്ല. പല ആൾക്കാർ തന്നെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഇത് നിരന്തരമുള്ള പ്രശ്നമായിട്ടാണ് സാറ് പറഞ്ഞത്. അവസാനം ഞങ്ങൾക്ക് അറ്റ കൈ പ്രയോഗിക്കേണ്ടി വന്നു.
ഇവിടെ പലരും മോട്ടർ ഓണാക്കിയിട്ട് ഓഫാക്കാൻ മറക്കുന്നത് പതിവായിരുന്നു. ഞങ്ങൾ 2 പമ്പിനും കൂടി 2 ടൈമർ പ്രൊവൈഡ് ചെയ്തു ഈ പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ ഇതെങ്ങനെ ചെയ്തു എന്നുള്ളത് ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതുവരേക്കും ബൈ.